അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. പ്രതിഷേധക്കാർ ഉയർത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് ഭീമമായ കുടിശ്ശിക വരുത്തിയ 2 മെമ്പർമാർ സഹകരണ നിയമപ്രകാരം അയോഗ്യരാണ്. അതുപ്രകാരം ഇവർ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. ഇത് മിനിറ്റ്സ് രേഖപ്പെടുത്തി ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം രാജി പിൻവലിക്കുകയാണെന്ന് ഇവർ അറിയിച്ചിരുന്നുവെങ്കിലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിനാൽ തീരുമാനം മാറ്റുവാൻ നിയമപ്രകാരം കഴിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതെന്ന് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിലെ 2 ഭരണസമിതി അംഗങ്ങൾ കഴിഞ്ഞ മാസം 6-ാം മാസം രാജിവെച്ചിരുന്നു. അവർ ലോൺ എടുത്ത് കുടിശ്ശികയായി. സഹകരണ നിയമപ്രകാരം അവർ അയോഗ്യരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചത്. രാജിവെച്ചതിൻ്റെ പിറ്റേ ദിവസം രാജി പിൻവലിക്കണമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചു. രാജി മിനിറ്റ്സിൽ എഴുതുകയും രാജി അംഗീകരിക്കുകയും ചെയ്തത് പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവർ എനിക്കെതിരെ അവിശ്വാസം കൊടുക്കുകയാണ് ഉണ്ടായത്. അവിശ്വാസം കൊടുത്ത് അത് കേരള ഹൈക്കോടതിയിലെ പരിഗണനയിൽ നിലനിൽക്കുകയാണ്. ഈ വേലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മനോജ് ഈ ഭരണസമിതിയിലെ അവിശ്വാസത്തിന് എല്ലാവക പിന്തുണയും ഈ ബാങ്കിനെ എങ്ങനെ മോശപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡ്രൈവറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് അയാളെ നിർബന്ധമായി ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി. തന്നെയുമല്ല, ഈ അവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ എനിക്കെതിരെ വലിയൊരു ഭീഷണി മുഴക്കുകയും അതിഥി തൊഴിലാളികളെ വെച്ച് എന്നെ അപായപ്പെടുത്താൻ ശ്രമം നടത്തുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ഇയാൾ പറഞ്ഞതായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി എരുമേട്ടി പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു പരാതി കൊടുക്കുകയും അവരെ വിളിച്ച് കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് ജോസേട്ടൻ അടക്കമുള്ള ആളുകളെ വിളിച്ച് അവർക്ക് താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. ബാങ്ക് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകളിൽ മുഖ്യ പങ്കാളിയാണ്. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകി തന്നെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തന്നെ പുറത്താക്കി പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കുവാനുള്ള ചിലരുടെ ഗൂഢതന്ത്രമാണ് അവിശ്വാസ പ്രമേയത്തിനും പ്രതിഷേധത്തിനും പുറകിലെന്നും പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു.